വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ ഗ്രേവി തയ്യാറാക്കിയാലോ. കോളിഫ്ലവർ ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 അല്ലി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 വരെ ചെറുതൊക്കെ ഒരു 10-12 എടുത്തോളൂ കേട്ടോ. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഞാൻ 2 ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം വേണം, ഒരു 5-6 ഗ്രാമ്പൂ, ഒരു 2-3 ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി മതി കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർക്കാം. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ട് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമ്മളെ പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ഇട്ട് പുരട്ടി ഒരു 1/4 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ശേഷം 3 സവോള ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ തന്നെ ഒരു 2 തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതുപോലെ കറിവേപ്പില, മല്ലിയിലയും ചേർക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ശേഷം പാൻ ചൂടാക്കിയിട്ട് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ സ്വല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ഞാനൊരു കൈക്കണക്കിന് അങ്ങനെ അളവൊന്നുമില്ല, കുറച്ചങ്ങോട്ട് ഇടും. ശേഷം നമ്മുടെ തക്കാളി അരച്ചതുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനൊരു പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പില, ഈ സമയത്ത് മല്ലിയിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, നമ്മളെ പൊടികളൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് അതിലേക്ക് തട്ടി കൊടുക്കുക. ശേഷം ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പരിവ് കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ മേലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോലെ ടേസ്റ്റുള്ള കോളിഫ്ലവർ ഗ്രേവി, വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ കോളിഫ്ലവർ ഗ്രേവി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇത് പൊറോട്ട ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. പൊറോട്ടയ്ക്കും ചപ്പാത്തിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് വെജിറ്റേറിയൻസിന്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ കറി റെഡിയായി. അപ്പോൾ നമുക്ക് ഇനി ഇത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം അല്ലേ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട്, കട്ടൻ ചായ. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയൊരു ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ആവശ്യത്തിന്. ശേഷം നമ്മുടെ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചായ റെഡി. അതിനുശേഷം അത്രയേ ഉള്ളൂ. പിന്നെ ചപ്പാത്തി, ഞാൻ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക, കോളിഫ്ലവർ ഗ്രേവി ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യട്ടോ. അപ്പോൾ ബൈ.